നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മയക്കുമരുന്ന് മാഫിയക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്ന് ഓൾ കേരള ടെയിൽസ് അസോസിയേഷൻ ചാലക്കുടി ഏരിയ സമ്മേളനം പ്രമേയം വഴി ആവശ്യപ്പെട്ടു. മേലൂർ ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയും സംയുക്തമായി കുന്നപ്പള്ളിയിൽ തണ്ണിമത്തൻ കൃഷി ആരംഭിച്ചു. സംഗീത അധ്യാപന രംഗത്ത് 4 പതിറ്റാണ്ട് പിന്നിടുന്ന ഗാനപ്രവീൺ അന്നമനട ബാബുരാജ് മാസ്റ്റർക്ക് ആദരവൊരുക്കി. ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പതിരുനാളിന് ബുധനാഴ്ച കൊടിയേറും. മൂന്നാമത്തെ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാൻ അധികാരമുണ്ടോ എന്ന് സർക്കാരിനോട് വീണ്ടും ഹൈക്കോടതി. രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിലെ നിറസാന്നിധ്യമായിരുന്ന പൗലോസ് താക്കോൽക്കാരൻ ഓർമ്മയായിട്ട് 32 വർഷം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് മയക്കുമരുന്ന് മാഫിയക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്ന് ഓൾ കേരള ടെയിൽസ് അസോസിയേഷൻ ചാലക്കുടി ഏരിയ സമ്മേളനം പ്രമേയം വഴി ആവശ്യപ്പെട്ടു. പോട്ട ആശ്രമം ജംഗ്ഷനിൽ മേൽപ്പാലം നിർമ്മിക്കുക, അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ നിയമനിർമ്മാണം നടത്തുക എന്നീ ആവശ്യങ്ങളും സമ്മേളനം ഉന്നയിച്ചു. പോട്ട KECUP സ്കൂളിൽ നടന്ന സമ്മേളനം ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ എടവിലങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് TI ഹരിഹരൻ അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം TA ജയ സംഘടനാ റിപ്പോർട്ടും സെക്രട്ടറി അനിത റോയ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ഷീന ജയചന്ദ്രൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ഏരിയ കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളായി PR ഷാജൻ പ്രസിഡന്റ്, അനിത റോയ് സെക്രട്ടറി, ഷീന ജയചന്ദ്രൻ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. നമ്മളുടെ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കാൻ എത്തിച്ചേർന്ന കുതിരാൻ ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ TA ജയയെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ ഏരിയ ട്രഷറർ ശ്രീമതി ഷീനയെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ എല്ലാ പ്രിയ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, കൺവീനർമാർ, നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട തൊഴിലാളി സുഹൃത്തുക്കൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പതാക ഉയർത്തുന്നതിന് നമ്മളുടെ ഏരിയ പ്രസിഡന്റ് ശ്രീ TA ഹരിഹരനെ ക്ഷണിച്ചു കൊടുക്കും. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഒരുപക്ഷെ എല്ലാവരും വിചാരിക്കും വൈകി പോയി. ഞാൻ 10 മണിക്ക് എത്തുള്ളൂ. നേരത്തെ കുട്ടീന് ഫെബ്രുവരി 2-ാം തീയതി നമ്മുടെ സമ്മേളനം തീരുമാനിച്ച് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 10 മണിക്ക് എത്താൻ പറ്റുള്ളൂ. എന്തായാലും ഞാൻ അല്പം മുൻപ് എത്തിയെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ വൈകി വന്നതിൽ ക്ഷമിക്കുക. കാരണം നേരത്തെ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്കിലും സംശയം വേണ്ട എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ പറഞ്ഞത്. ഇന്നത്തെ നമ്മുടെ ഈ 25-ാം സമ്മേളനം ആണ് നമ്മളിവിടെ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ പതാക ഉയർത്തൽ ചടങ്ങാണ്. നമ്മൾ പ്രകടനം നന്നായിട്ടുണ്ടായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ഇത്തിരി വൈകിയാണെങ്കിലും നല്ല ഭംഗിയായിട്ട് തന്നെ ബാക്കിൽ നിന്ന് കണ്ടു. അത് കഴിഞ്ഞ് ഫ്രണ്ടിൽ വന്നു. അപ്പോൾ പ്രകടനം വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇനി കൂടുതലൊന്നും പറയാനില്ല. നമുക്ക് നമ്മുടെ വേദിയിൽ വെച്ച് എന്തെങ്കിലും സംസാരിക്കാം. അതിനു മുമ്പ് എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഞാൻ പതാക ഉയർത്തുന്ന ചടങ്ങ് നിർവഹിക്കുക. ശരിയല്ലേ? जिंदाबाद
ഐക്യം സിന്ദാബാദ്. നിർത്തുകയുമില്ല. എന്നാൽ അതിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് ചില വഴികളുണ്ട്. ആ വഴികളാണ് സർക്കാർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ തഹസിൽദാർ, വില്ലേജ് ഓഫീസർ തുടങ്ങിയിട്ടുള്ള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ രഹസ്യമല്ല യോഗം ചേർന്ന് അവർക്ക് രഹസ്യമായ ഒരു നിർദ്ദേശം കൊടുത്തു. ഇനി മുതൽ പണം അടച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. ഇങ്ങനെ ക്ഷേമനിധിയിൽ പണം അടച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ കേരളത്തിലെ അടക്കമുള്ള ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ക്ഷേമനിധികളിൽ അംഗങ്ങളായ വനിതകളുടെ ആരോഗ്യമുള്ള അമ്മയും കുഞ്ഞും എന്നൊരു പദ്ധതി രൂപീകരിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഒരു പദ്ധതി പുറത്തിറക്കുകയാണ്. ആ പദ്ധതിயின் പ്രകാരം കേരളത്തിലെ ഇന്ത്യയിലെ മുഴുവൻ ക്ഷേമനിധികളിലെ അംഗങ്ങൾക്കും ഗർഭകാലത്ത് ആരോഗ്യപരമായി ഇരിക്കുന്നതിനും ആരോഗ്യമുള്ള കുട്ടികളെ ഈ നാടിൽ സമർപ്പിക്കപ്പെടുന്നതിനും പോഷകാഹാരം കഴിക്കുന്നതിനാവശ്യമായ ഒരു ഫണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ആരോഗ്യമുള്ള അമ്മയും കുഞ്ഞും എന്ന പദ്ധതി. ഈ പദ്ധതി 13,000 രൂപ അഡീഷണൽ ആയി കൂട്ടിച്ചേർത്തുകൊണ്ട് 15,000 രൂപയാണ് ഈ പദ്ധതി പണമായി കൊടുക്കേണ്ടത്. ഇതിന്റെ പ്ലാനും ഡിസൈനും ചെയ്ത് കേന്ദ്ര ഗവൺമെന്റ്, കേരള ഗവൺമെന്റ് അടക്കമുള്ള മൊത്തം സംസ്ഥാന ഗവൺമെന്റുകൾക്കും ക്ഷേമനിധി ബോർഡിനും അയച്ചു കൊടുത്തതല്ലാതെ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ് 1 രൂപ പോലും കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് കൊടുത്തില്ല എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വാർത്ത. പദ്ധതിക്ക് ഡിസൈനും പ്ലാനും ഉണ്ടാക്കിയിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് കൊടുത്തിട്ട് ഈ പദ്ധതി നിങ്ങൾ നടപ്പാക്കിക്കോ എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അത് നടപ്പാക്കാൻ ഈ ഗവൺമെന്റ് അടക്കമുള്ള ഗവൺമെന്റുകൾ നിർബന്ധിതരാവുകയും ഗവൺമെന്റ് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് പാടുപെടുകയാണ്. ആ രീതിയിൽ കഷ്ടപ്പെടുന്ന ഈ സാഹചര്യത്തെ കണ്ടുകൊണ്ട് കേന്ദ്രത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വിഹിതം സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുത്തുകൊണ്ട് ഈ പദ്ധതി പൂർണ്ണമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇവിടെ ഇത് നിൽക്കുകയാണ്, സ്തംഭിച്ചു നിൽക്കുകയാണ്. നമുക്ക് പദ്ധതിയിൽ പറയുന്നതിന് പ്രകാരം ഗർഭിണിയായിരിക്കുന്ന സമയത്ത് പോഷകാഹാരങ്ങൾ കഴിക്കണം എന്നിരിക്കെ അതൊന്നും വേണ്ട, അതെങ്ങനെയും മുന്നോട്ട് പോയിക്കോളും. പ്രസവം കഴിഞ്ഞിട്ടെങ്കിലും അത് കൊടുക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, വർഷങ്ങൾ അധികരിച്ചു പോയിട്ട് പോലും ആ ഫണ്ട് കൊടുക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഇന്നത്തെ സമ്മേളനത്തിൽ തന്നെ ഉന്നയിക്കപ്പെടുന്ന പ്രമേയങ്ങളിൽ വലിയ പ്രാധാന്യമുള്ള ഒരു പ്രമേയം കേരളത്തിൽ പ്രസവാനുകൂല്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന മുഴുവൻ സ്ത്രീകളുടെയും ഈ ആനുകൂല്യം 15,000 രൂപ ഒറ്റത്തവണയായി വിതരണം ചെയ്യണമെന്ന് കേരള ഗവൺമെന്റുകളോട് അഭ്യർത്ഥിക്കുന്ന പ്രമേയമടക്കം ഈ സമ്മേളനത്തിൽ നിങ്ങളുടെ മുമ്പിൽ വെക്കുമെന്ന്. അഖിലേന്ത്യാ ശാസ്ത്ര സമ്മേളനത്തിന്റെ ഭാഗമായി BSS തൃശൂർ ചാപ്റ്റർ ചാലക്കുടി നഗരസഭയുടെ സഹകരണത്തോടെ നടത്തുന്ന ടെലിസ്കോപ്പിലൂടെ വാനനിരീക്ഷണം കലാഭവൻ മണി പാർക്കിൽ ആരംഭിച്ചു. നഗരസഭ ഉപാധ്യക്ഷ ആലി ഷിബു ഉദ്ഘാടനം ചെയ്തു. സനീഷ് കുമാർ ജോസഫ് MLA മുഖ്യ അതിഥിയായിരുന്നു. സ്ഥിരസമിതി അധ്യക്ഷയായ ദീപു ദിനേശ്, ആനി പോൾ, മുൻ നഗരസഭാധ്യക്ഷൻ VO പൈലപ്പൻ, കൌൺസിലർമാരായ ഷിബു ആലപ്പൻ, വത്സൻ ചെമ്പക്കര, ജിതി രാജൻ, ബിജി സദാനന്ദൻ, ബിന്ദു ശശികുമാർ, SH കോളേജ് ഭൗതികശാസ്ത്ര വിഭാഗം തലവൻ ഡോക്ടർ നിജോ വർഗീസ്, VSS തൃശൂർ ചാപ്റ്റർ പ്രസിഡന്റ് TK ശ്രീനിവാസൻ, സെക്രട്ടറി R സുനിത, കേരള ചാപ്റ്റർ വൈസ് പ്രസിഡന്റ് ഡോക്ടർ PS ബാബു എന്നിവർ പ്രസംഗിച്ചു. അതോടൊപ്പം ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റിയുടെ വോളണ്ടിയേഴ്സ് ഉണ്ട്. ചെറിയൊരു ക്ലാസ്സും ഇതോടൊപ്പം നിങ്ങൾക്ക് ലൈവായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഈ ആകാശഗോളങ്ങൾ ശനിയെയും ജൂപ്പിറ്ററിനെയും വീനസിനെയും മാർസിനെയും വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഈ പരിപാടിയിൽ സഹകരിക്കണമെന്നും ഇത് നമ്മൾക്കിവിടെ ഈ ഫെബ്രുവരി 8-9 തീയതികളിൽ 9-10 തീയതികളിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുകയാണ്. ആദ്യമായാണ് കേരളത്തിലെ ഈ അഖിലേന്ത്യാ ശാസ്ത്ര
ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഇത്രയും മനോഭാവമില്ലാതെ പ്രവർത്തിക്കുന്നതായിട്ട് കണ്ടുവരുന്നു. പല ശാസ്ത്രം അറിവ് നേടുക എന്നത് മാത്രം. ബ്രേക്ക് ത്രൂ സൊസൈറ്റി, സയൻസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാനനിരീക്ഷണം അത് എല്ലാവർക്കും വേണ്ടി ഇന്നിവിടെ പ്രദർശിപ്പിക്കാനുള്ള ഒരു അനുവാദം ചോദിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ അതിനൊരു അവസരം ഒരുക്കിയത്. ഇവർ നേരത്തെ ശ്രീനിവാസൻ സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, ബഹുമാനപ്പെട്ട സ്വാഗത പ്രാസംഗികൻ നമ്മെ സൂചിപ്പിച്ചതുപോലെ ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, അതുപോലെ ശ്രീമതി സുനിത ഇവിടെ അതിൻ്റെ ആമുഖമായി കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇതെല്ലാം നേരിട്ട് നമുക്ക് ഈ സംവിധാനത്തിലൂടെ കാണുന്നതിന് ഒരു അവസരം നമുക്ക് ലഭിച്ചതിന് ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റിയെ ഞാൻ ഹൃദയപൂർവ്വം ചാലക്കുടി നഗരസഭാ കൗൺസിലിന് വേണ്ടി അഭിനന്ദിക്കുന്നു. ഇവിടെ ചേർന്ന എല്ലാവരുടെയും പേരിൽ ഞാൻ ഇവരെ അഭിനന്ദിക്കുന്നു. ഇപ്പോൾ ഇവിടെ വന്ന ആളുകളുടെ ഒരു ആശങ്ക എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ന് മാത്രമേ ഉള്ളൂ, ഇനി വീണ്ടും ഇത് ഇവിടെ 2 ദിവസമെങ്കിലും കുട്ടികൾക്ക് കാണാനുള്ള കൗൺസിലർമാർ, സാമൂഹ്യ രംഗത്തുള്ള നേതാക്കളെ, ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റി ഒരു അഖിലേന്ത്യാ ശാസ്ത്ര സംഘടനയാണ്. നിങ്ങൾ ഈ പോസ്റ്ററിൽ കാണുന്നത് പോലെ അതിൻ്റെ അഖിലേന്ത്യാ സമ്മേളനം വരികയാണ്. അത് 4 കൊല്ലത്തിലൊരിക്കലാണ് വരുന്നത്. ആദ്യമായിട്ടാണത് കേരളത്തിൽ വെച്ച് നടക്കുന്നത്, തിരുവനന്തപുരത്ത് ടാഗോർ തിയേറ്ററിൽ വെച്ചാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ശാസ്ത്രപ്രചാരണ പരിപാടികളുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഇങ്ങനൊരു പരിപാടി നടത്തുന്നത്. സംഗീത അധ്യാപന രംഗത്ത് 4 പതിറ്റാണ്ട് പിന്നിടുന്ന ഗാനപ്രവീൺ അന്നമനയുടെ ബാബുരാജ് മാസ്റ്റർക്ക് ആദരവൊരുക്കി. ഫാസ് നൃത്ത സംഗീത വിദ്യാലയത്തിന്റെ നേതൃത്വത്തിൽ ഫൈൻ ആർട്സ് സൊസൈറ്റി പൂർവ്വ വിദ്യാർത്ഥികൾ ചേർന്നാണ് ഗുരുദക്ഷിണ ഒരുക്കിയത്. ആദരവായി ഒരുക്കിയ ഗുരുദക്ഷിണ MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ആലി ഷിബു അധ്യക്ഷത വഹിച്ചു. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ബാബുരാജ് മാസ്റ്ററെ ആദരിച്ചു. പ്രശസ്ത വീണ വിദ്വാൻ അനന്ത പത്മനാഭൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. അന്നമനട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ജെയിൻ ബാബുരാജ് മാസ്റ്റർക്ക് മംഗളപത്രം സമർപ്പിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ MM അനിൽകുമാർ, LDF പാർലമെന്റ് പാർട്ടി ലീഡർ CS സുരേഷ്, ചലച്ചിത്ര സംവിധായകൻ സുന്ദർദാസ്, ഫാസ് നൃത്ത സംഗീത വിദ്യാലയം പ്രിൻസിപ്പാൾ C ശശിധരൻ, സംഘാടക സമിതി ജനറൽ കൺവീനർ കലാഭവൻ ജയൻ, മാത്യു T തോമസ്, ജൂലിയസ്, BV സദാനന്ദൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് ലീന മോൾ, രഞ്ജിത്ത് നവൻ, വിജയകൃഷ്ണൻ, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ബാബുരാജ് മാസ്റ്ററുടെ ശിഷ്യർ ഒരുക്കിയ ഗാനാർച്ചനയും ഓൾഡ് ഈസ് ഗോൾഡ് ഗാനമേളയും അനന്ത പത്മനാഭൻ അവതരിപ്പിച്ച വീണാവാദനവും അരങ്ങേറി. അതുപോലെ ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിലൊക്കെ സമാശ്വാസം കണ്ടെത്താനും ഒക്കെ ഇപ്പോഴും കുറച്ചു നേരം ഇത്തരം കലാപരിപാടികൾ, കലാപ്രവർത്തനങ്ങളിൽ കാണുമ്പോൾ ഒക്കെ നമുക്ക് കലാരംഗത്ത് നിറഞ്ഞു നിന്ന, അല്ലെങ്കിൽ ഒരു കാലത്ത് സംസ്കാരികമായിരുന്ന ഈ ഫാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളും ചാലക്കുടിയുടെ പൊതുസമൂഹവും മുനിസിപ്പാലിറ്റിയും ഒക്കെ ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഈ ദക്ഷിണ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നിരവധിയായിട്ടുള്ള മേഖലകളിൽ സംഗീത സംവിധായകനായും അതുപോലെ അധ്യാപകരായും ഒക്കെ നിറഞ്ഞു നിന്നുകൊണ്ട് ഒരുപാട് ശിഷ്യഗണങ്ങളുള്ള ഒരു മഹത് വ്യക്തിത്വം. ഞങ്ങളുടെ സ്നേഹം ഞങ്ങൾ 1,00,001 രൂപ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ബാബുരാജ് മാസ്റ്റർ ഈ വേദിയിൽ സമർപ്പിക്കുന്നു. താങ്ക് യു. മൂലാധാരം വിജയൻ എഴുതി, പക്ഷെ അതിന് പണം വേണ്ട, എന്ത് ചെയ്യാനും. ആ പണം ഉണ്ടാക്കിയതും ചെയ്തതൊക്കെ ഇദ്ദേഹമായിരുന്നു. എനിക്ക് അത് മറക്കാൻ കഴിയില്ല. അത് ചാലക്കുടിയാണ്. അപ്പോൾ ചാലക്കുടി എനിക്ക് മറക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ ചാലക്കുടിയിലുള്ള കലാകാരന്മാരും സംഗീതജ്ഞന്മാരും ഇവിടെയുള്ള ആൾക്കാർ മുഴുവൻ നല്ല സ്നേഹമുള്ളവരും നല്ല മനുഷ്യരാണ്. അവർക്കൊക്കെ
ഇതുപോലൊരു അധ്യാപനം കിട്ടിയത് ഒത്തുണ്ടാക്കാനേ കഴിയുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ചാലക്കുടി മറക്കാൻ പറ്റാത്തൊരു പ്രദേശമാണ്, സ്ഥലമാണ്. കാരണം എൻ്റെ ജീവിതം ഉണ്ടാകുന്നതും ഞാൻ ഈ രംഗത്ത് എന്തെങ്കിലും ചെയ്ത് ഇപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ആദ്യ പടി സംരംഭം ഒരു സിനിമാ പാട്ടുണ്ടാക്കുന്ന രീതിയിൽ ഈ ചാലക്കുടിക്കാരനാണ് എൻ്റെ പ്രൊഡ്യൂസർ. എൻ്റെ ഗ്രാമം എന്ന സിനിമയുടെ പ്രൊഡ്യൂസർ ചാലക്കുടിക്കാരനാണ് ഇസ്മായിൽ. കൽപ്പാന്തകാലത്തോട് ഉണ്ടാക്കിയിട്ടുള്ള പാട്ടിന് പണം ചെലവിയതും ഇതൊക്കെ ചെയ്ത അദ്ദേഹത്തിന് ഇങ്ങനെയുള്ളൊരു ആദരവ് കൊടുക്കുക. സംഗീത സബരിയാൽ 31 വർഷവും കൊരട്ടി സരസ്വതി 21 വർഷവുമായി സംഗീത അധ്യാപനം തുടരുന്നു. നിരവധി പുരസ്കാരങ്ങൾ ആദരവുകൾ ഏറ്റുവാങ്ങിയ സ്നേഹ സംഗീതങ്ങളിൽ ശിഷ്യ മനസ്സുകളിൽ ജ്ഞാനപ്രകാശം വളരെ വിശിഷ്ട വ്യക്തിയുടെ സംഗീത പ്രേമികളുടെ സംഗീത വിദ്യാർത്ഥികളുടെ സുഹൃത്തുക്കളുടെ എല്ലാവർക്കും നമസ്കാരം. മേലൂർ ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയും സംയുക്തമായി കുന്നപ്പള്ളിയിൽ തണ്ണിമത്തൻ കൃഷി ആരംഭിച്ചു. കുന്നപ്പള്ളി 6-ാം വാർഡിലെ വനിതാ കൃഷിക്കൂട്ടങ്ങളുടെ നേതൃത്വത്തിലാണ് തണ്ണിമത്തൻ കൃഷിത്തോട്ടം പരിപാലിക്കുന്നത്. കോച്ചേരി ബാജിയുടെ ഉടമസ്ഥതയിലുള്ള 1 ഏക്കർ സ്ഥലത്താണ് തോട്ടം ഒരുക്കിയിട്ടുള്ളത്. വിത്തിടൽ പരിപാടിയുടെ ഉദ്ഘാടനം മേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിത നിർവഹിച്ചു. വാർഡംഗം PR ബിബിൻ രാജ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PO പോളി, കൃഷി ഓഫീസർ രാഹുൽ കൃഷ്ണ, ബാജി ചന്ദ്രൻ കോച്ചേരി, കുടുംബശ്രീ ചെയർപേഴ്സൺ ഷിജി വികാസ്, കുടുംബശ്രീ ബ്ലോക്ക് കോർഡിനേറ്റർ ഐഷ എന്നിവർ സംസാരിച്ചു. ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ അമ്പുതിരുനാളിന് ബുധനാഴ്ച കൊടിയേറുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളി, ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിലാണ് തിരുനാൾ. ബുധനാഴ്ച വൈകിട്ട് 4:45 തിരുനാൾ കൊടിയേറ്റം നടക്കും. തുടർന്ന് ദിവ്യബലിക്ക് മാർ സെബാസ്റ്റ്യൻ വാണിയാപുരയ്ക്കൽ കാർമ്മികത്വം വഹിക്കും. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് ദിവ്യബലിക്ക് ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ ജോളി വടക്കൻ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് ദിവ്യസ്വരൂപം എഴുന്നള്ളിക്കൽ 7 മണിക്ക് ദേവാലയ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടക്കും. ശനിയാഴ്ച വിവിധ സമുദായങ്ങളുടെ അമ്പെഴുന്നള്ളിപ്പ്. ഞായറാഴ്ച രാവിലെ 10 ആഘോഷമായി തിരുനാൾ കുർബാനയ്ക്ക് ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് പോളി കണ്ണൂക്കാടൻ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് 4 തിരുനാൾ പ്രദക്ഷിണം. രാത്രി 8 ഇടവകയിലെ മുഴുവൻ വൈദികരും ചേർന്നുള്ള ദിവ്യബലി. തിരുനാൾ പ്രദക്ഷിണം ഇറങ്ങുമ്പോൾ ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടി നടത്തും. തിങ്കളാഴ്ച വിവിധ സമുദായങ്ങളിൽ നിന്നുള്ള അമ്പെഴുന്നള്ളിപ്പ്. രാത്രി 8 ടൗൺ അമ്പ് പ്രദക്ഷിണം. ചൊവ്വാഴ്ച പ്രവാസി അമ്പ് ഉണ്ടായിരിക്കും. ഫെബ്രുവരി 15, 16 തീയതികളിൽ 8-ാം ഇടവും വിവിധ പരിപാടികളോടെ ആഘോഷിക്കും. തിരുനാളിനോടനുബന്ധിച്ച് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ 4 എക്സിബിഷനുകൾ സംഘടിപ്പിക്കും. നിലപ്പന്തലുകളും തിരുനാളിനോടനുബന്ധിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. നിർധനരായവർക്ക് ഭവനം ഒരുക്കുവാൻ കൂടൊരുക്കാൻ കൂടെയുണ്ട് പദ്ധതിയിലൂടെ 21 വീടുകൾ നിർമ്മിച്ചു നൽകുന്നു. കൂടാതെ ഡയാലിസിസ് രോഗികൾക്ക് ചില്ലറക്കാരൻ പദ്ധതിയിലൂടെ ചികിത്സാ സഹായം നൽകുന്നു. ഫെബ്രുവരി 9-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് 17 ഭവനങ്ങളുടെ അടിസ്ഥാന ശില ആശീർവാദവും 4 ഭവനങ്ങളുടെ ബെഞ്ചിരിപ്പ് കർമ്മവും ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് പോളി കണ്ണുകാടൻ നിർവഹിക്കും. നിർധനരായ പെൺകുട്ടികൾക്ക് വിവാഹ സഹായം വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ തിരുനാൾ ഫെസ്റ്റ്, BNI എക്സിബിഷൻ എന്നീ മേളകൾ നടക്കും. തിരുനാളിന്റെ വിവിധ ദിവസങ്ങളിലായി 52-ൽ പരം അമ്പ് പ്രദക്ഷിണങ്ങളാണ് വിവിധ സമുദായങ്ങൾ ഒരുക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ വികാരി വർഗീസ് പാത്താടൻ, ജനറൽ കൺവീനർ സൈബു മാളക്കാര്, ജോഷി പുത്തിരിക്കൽ, ലിജോ മുളങ്കാടൻ, കൈക്കാരന്മാരായ ഡേവിസ് മൽപ്പാൻ, ഡേവിസ് തെക്കൻ മാച്ചപ്പള്ളി, ഷാജൻ ജോൺ കച്ചിറക്കൽ, ജോൺ ആളൂക്കാരൻ, അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ അഖിൽ തണ്ടിയേക്കൽ, ഫാദർ ക്രിസ്റ്റി ചിറ്റക്കര എന്നിവർ പങ്കെടുത്തു. നിങ്ങളെല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ആഘോഷത്തിൽ എല്ലാ പരിപാടികളിലും നിങ്ങളുടെ കുടുംബവും ഒരുമിച്ച് വരണം, പങ്കെടുക്കണം. നിങ്ങളുടെ സുഹൃത്തുക്കളെ കൂട്ടിട്ട് വരണം. അതിനെ നമുക്ക് നമ്മുടെ ഒരു ആഘോഷമാക്കി മാറ്റാം. ഇത് ഫെബ്രുവരി 7, 8, 9, 10 തീയതികളിലാണ് അതിൻ്റെ ആഘോഷങ്ങൾ. ആഘോഷങ്ങളുടെ ഒരുക്കങ്ങളൊക്കെ തകൃതിയായി നടത്തുന്നു. ഇതിൻ്റെ ജനറൽ കൺവീനർ ഷൈബു മാളക്കാരനാണ്. ജോയിന്റ് ജനറൽ കൺവീനർ ജോഷി പുത്തിരിയും മേരി വർക്കിയുമാണ് ജോയിന്റ് ജനറൽ കൺവീനേഴ്സ്. പിന്നെ പബ്ലിസിറ്റി കൺവീനർ ലിജോ മുളങ്ങാടനാണ്.
ഫിനാൻസ് കൺവീനർ ഡേവിസ്. ഇനിയൊരു ഇടവേള.